ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 7. വിധൂയ ക്ലേശാന്മേ ഗുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമഭി ച തേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയനമദതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമവിതേ ചാരുചരിതേ. സകല രോഗക്ലേശങ്ങളെല്ലാം മാറ്റി എല്ലാ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രദക്ഷിണം വയ്ക്കുന്നതിനും നമസ്കരിക്കുന്നതിനും താല്പര്യമുണ്ടാക്കി തരണേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. കൈകാലുകൾ എന്ന കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന കണ്ണ് ചെവി മൂക്ക് എന്നിവയെയും ഭഗവാനെ അങ്ങയിലേക്ക് ആകർഷിപ്പിക്കണേ. അവിടുത്തെ ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം വയ്ക്കുവാനും നിന്തിരുവടിയുടെ കീർത്തനങ്ങൾ കേൾക്കുവാനും ശക്തി തരണമേ. നാവിന് അവിടുത്തെ തിരുനാമം ജപിക്കുവാനും ഗുണഗണങ്ങൾ പാടുവാനും കഥാകഥനത്തിൽ ഏർപ്പെടുവാനും താല്പര്യമുണ്ടാക്കി തരണമേ. അതുപോലെ മൂക്ക് എന്ന അവയവത്തിന് വാസനിപ്പിക്കാനുള്ള ശക്തി നൽകി അവിടുത്തെ തൃപ്പാദ തുളസിയുടെ പരിമളം നുകരാനും ഉത്സാഹമുണ്ടാക്കി തരണമേ. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് 5 തരം ഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. 9 തരം ഭക്തിയാണ് ആകെയുള്ളത്. ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം എന്നീ 5 തരം ഭക്തി ഇതിലുള്ളതായി നമുക്ക് കാണാം. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായം 23-ാമത്തെ ശ്ലോകത്തിൽ പ്രഹ്ലാദൻ തൻ്റെ പിതാവായ അസുരചക്രവർത്തി ഹിരണ്യകശിപുവിനോട് താൻ ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമേതെന്ന ചോദ്യത്തിന് കൊടുത്ത ഉത്തരമാണ് നവദാ ഭക്തി ശ്ലോകം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനവന്ദനം, ദാസ്യം, സഖ്യമാത്മാ നിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണോ ക്രിയതേ ഭഗവത്യുധാ തന്മന്യേ ദീതമുത്തമം എന്ന് 24-ാം ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ നവദാ ഭക്തി സിദ്ധിച്ചാൽ തൻ്റെ രോഗം മാറുമെന്ന് ഭട്ടതിരിപ്പാടിന് പൂർണ്ണ ബോധ്യമായി കഴിഞ്ഞു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.